മനസ്സിന്റെ വെടിത്തട്ടിൽ വായാതെ മങ്ങാതെ സ്വർണ്ണലിപികളാൽ ആലേഖനം ചെയ്യണം കൈപ്പറ്റി. വണ്ടി കൂടെ പോലെ മധുര പാതി ഇല്ലെങ്കിൽ മാറിയും നിങ്ങളെല്ലാവരും അല്ലേ നോമ്പൊക്കെ തുറന്നോ? നോമ്പൊക്കെ തുറന്നോ? നോമ്പ് തുറന്ന് നിസ്കരിച്ചോ? സന്ധ്യയ്ക്ക് നാമം ജപിച്ചോ? എല്ലാവരും വളരെ മനോഹരമായി കാത്തു നിൽക്കുകയാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ പ്രാർത്ഥനയും പിന്തുണയും ഒക്കെ കൂടെ ഉണ്ടാകണം. എന്താണ് നോക്കുന്നത്? എന്താണ് മുണ്ടകൻ തെത്തു കഴിഞ്ഞ് ആച്ചക്കിളി പോകും നേരം മഞ്ഞടി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. കാലിമേയുന്ന പുല്ലാരിക്കാട്ടിൽ കണ്ണിമണ്ണ കടിച്ചു നടക്കാം. കാട്ടിൽ പാദസരങ്ങൾ കിളുക്കാം. കുന്നി മഞ്ചാടിക്കുന്നിലേറാം. സുന്ദരിയാണ് കേട്ടോ. അപ്പോഴേ നിങ്ങളുടെയൊക്കെ കിട്ടോ ഹാരാർപ്പണം, നിങ്ങൾ നൽകുന്ന എല്ലാ ഹാരാർപ്പണങ്ങളും ഏറ്റവും സന്തോഷത്തോടു കൂടി സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാവരും നേരുന്നു. മുന്നോട്ടുള്ള യാത്രയിൽ ഇനിയും ഒത്തിരി സമയങ്ങളിൽ ഒരുപാട് ആളുകൾ ഇനിയും വഴിയിൽ കാത്തു നിൽക്കുന്നതുകൊണ്ട് പോയിന്റുകൾ വൈകി പോകുന്നതുകൊണ്ട് നിങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ, മനസ്സിൽ, നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഒരു കുടുംബാംഗമായി നിൽക്കുന്ന എനിക്ക് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ദുആ ചെയ്യണുമ്മ കൂടെയുണ്ട്. എനിക്കറിയാം നിങ്ങളുടെയൊക്കെ വലിയ പ്രാർത്ഥന. അതൊരു വലിയ കിട്ടിയോ? തന്നോ ചേട്ടൻ? ഏത് ചേട്ടനെയാണ് നമ്മളൊന്ന് ഏൽപ്പിച്ചത്? ഏത് ചേട്ടൻ? ഏത് പേര് പറയണം? ഹംസക്ക ഫുട്ബോളിന്റെ ഇതിഹാസ താരത്തിനെ പോലെ, നെയ്മറിനെ പോലെ കാൽപന്ത് കളിയുടെ മാസ്മരിക ലോകം തീർക്കുന്ന ഹംസക്ക നിങ്ങൾക്ക് ഫുട്ബോളൊക്കെ നേരത്തെ തന്നിട്ടുണ്ടല്ലേ? അപ്പൊ നിങ്ങൾ മിടുക്കരായിട്ട് വളരണം. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും കരുത്തോടുകൂടി, ഏറ്റവും ശക്തമായി തന്നെ ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് അല്ലേ നമ്മൾ ജീവിച്ച സാഹചര്യം ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ ജൈനനെന്നോ വ്യത്യാസമില്ലാതെ നമ്മൾ അനുഭവിച്ച സ്വാതന്ത്ര്യം നമ്മുടെ മക്കൾക്കും വരുന്ന തലമുറയ്ക്കും പകർന്നു കൊടുക്കുവാൻ, കൈമാറുവാൻ സർവശക്തന്റെ അനുഗ്രഹം. ഇന്ത്യ അനവധിയാം മതങ്ങൾ പൂക്കും അരുമ പൂങ്കാവ്. ഇന്ത്യ അരുമ പൂങ്കാവ്. ഒരു മരത്തിൽ പല കിളികൾ ചിലച്ചിടും പോലെ ജനം ഇവിടെ വിവിധ ഭാഷകളിൽ മൊഴിഞ്ഞു വാഴുന്നു. ജനം മൊഴിഞ്ഞു വാഴുന്നു. അപ്പോൾ ആ പല നിറങ്ങളും പല മണങ്ങളുമുള്ള ഇന്ത്യയെ വാർത്തെടുക്കുന്നതിന്, വീണ്ടെടുക്കുന്നതിന് നമുക്ക് ഒരുമിച്ച് പൊരുതാം അല്ലേ? ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി ഈ നൽകിയിരിക്കുന്ന സ്വീകരണത്തിന്. താങ്ക് യു സോ മച്ച്. നന്ദി പ്രിയമുള്ളവരെ, ഒരായിരം നന്ദി. ഇന്ത്യയിലെ മുസൽമാനെയും ഹൈന്ദവനെയും പാഴ്സിയെയും സിഖുകാരനെയും ജൈനനെയും ബുദ്ധനെയുമല്ല ഒരു ജനടിൽ കോർന്ന മുത്ത് മണികടം പോലെ കാത്തു സൂക്ഷിക്കുന്ന ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരങ്ങൾക്ക് ശക്തി പകരം ഐക്യജനാധിപത്യ